കോഴിക്കോട് മുക്കത്ത് ജ്വല്ലറിയിൽ നിന്ന് പട്ടാപ്പകൽ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നവരെ പിടികൂടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന ആരോപണം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ കൈമാറിയിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നും ആരോപണമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിസ്മയ ജ്വല്ലറി കവർച്ചാക്കേസിലും പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. വെറും 360 രൂപ വില വരുന്ന വെള്ളിയുടെ തണ്ട വാങ്ങാനെത്തിയ രണ്ടുപേരാണ് 4 പവനോളം തൂക്കം വരുന്ന സ്റ്റഡ് ആഭരണങ്ങളുമായി മുങ്ങിയത്. മുക്കം അഭിലാഷ് ജംഗ്ഷനിലെ മുക്കം ഫാഷൻ ജ്വല്ലറിയിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉടമസ്ഥനെ കബളിപ്പിച്ച മോഷ്ടാക്കൾ സ്വർണവുമായി കടന്നത്. ആകർഷകമായ വേഷവിധാനങ്ങളോടെയാണ് ഇരുവരും ജ്വല്ലറിയിലെത്തിയത്. തമിഴ് കലർന്ന മലയാളം ഭംഗിയോടെ സംസാരിച്ച ഇവർ 360 രൂപയ്ക്ക് വാങ്ങിയ തണ്ടയ്ക്ക് 400 രൂപ കൊടുത്തെങ്കിലും ബാക്കി പണം വാങ്ങാതെ ഇരുവരും ധൃതിയിൽ കടന്നുപോയി. തമിഴ്മാരാണ്, തമിഴ് ചെറിയ ഷോയുണ്ട്. ഇവർ വന്നിട്ട് വെള്ളിയാഭരണം ആവശ്യപ്പെടുകയും അത് എടുത്തു കൊടുത്തതിന് ശേഷം സ്വർണ്ണത്തിൻ്റെ കോയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിൽ ഞാൻ ആ സ്വർണ്ണത്തിൻ്റെ കോയിനുള്ള ബോക്സ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പം അതിൽ മറ്റ് കുറച്ച് സ്റ്റഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-35 ജോഡി ചെറിയ സ്പെയർ ആയിട്ടുള്ള സ്റ്റഡുകൾ അതിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. അത് ഇവർ വിദഗ്ധമായിട്ട് അടിച്ചു മാറ്റുന്നതാണ് CCTV നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റ് തൊട്ടടുത്ത കടകളിലും ഇത് ശ്രമം നടത്തിയതായിട്ട് അവിടുത്തെ CCTV ശ്രദ്ധ കാണുന്നുണ്ട്. സംശയം തോന്നിയ ജ്വല്ലറിക്കാർ ആദ്യം വെള്ളിയാഭരണങ്ങൾ പരിശോധിച്ചു. തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത്. പുറത്തിറങ്ങിയ മോഷ്ടാക്കൾ ഒരാളോട് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടതായും തങ്ങളുടെ ഫോണിന്റെ ബാറ്ററി തീർന്നുവെന്ന് പറഞ്ഞ ഒരു നമ്പറിലേക്ക് വിളിച്ചതായും ജ്വല്ലറി ഉടമകൾ പോലീസിന് മൊഴി നൽകി. കടയുടമയുടെ പരാതിയെ തുടർന്ന് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും നാളിതുവരെ മോഷ്ടാക്കളുടെ യാതൊരു വിവരവും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നാണ് പരാതി. മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിസ്മയ ജ്വല്ലറി കവർച്ചാ കേസിലും പ്രതികളെ പിടികൂടാൻ പോലീസ് പരാജയപ്പെട്ടുവെന്ന ആരോപണമുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.